മക്കളെ അല്ലാഹു തആല നമുക്ക് നൽകിയ പടച്ചതമ്പുരാൻ പറഞ്ഞത്, നിങ്ങളുടെ മക്കൾ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അഴകാണ്, ഒരു അലങ്കാരമാണ്. പക്ഷെ ആ അലങ്കാരവും അഴകുമായ മക്കളെ വളർത്തേണ്ട വിധം വളർത്തിയെടുത്തില്ല എങ്കിൽ ആ മക്കൾ പിന്നെ എത്തിച്ചേരുന്നത് നാശത്തിലാണ്. ഖുർആൻ പറയുന്നു, നിങ്ങളുടെ മക്കളും സമ്പത്തും ഫിത്ന നിങ്ങൾക്ക് നാശമാണ്. അതേ ഖുർആൻ ഒരു പടി കൂടി മുന്നിലോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് പറയുകയാണ്, ആ നാശത്തിനെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ മൂടോടെ മുരടോടെ വേരോടെ നാശകാരിയായ മകന്റെ നാശം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ, അതിനെ പിഴുതെറിഞ്ഞില്ലെങ്കിൽ, ആ നാശം എന്ന മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്ത് ആ നാശത്തെ എന്നേക്കുമായി കടിഞ്ഞാനിട്ടില്ല എങ്കിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ സന്താനങ്ങളിൽ ശത്രുക്കൾ ഉണ്ടെന്ന് സൂറത്തുൽ തഗാബുൻ. അപ്പൊ അലങ്കാരമാകുന്ന മക്കളെ നാശമാകുന്ന വഴിയിലൂടെ കൊണ്ടുവന്ന് ഏറ്റവും വലിയ ശത്രുതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കഴുത്തിലേക്ക് കൊടുവാള് കൊണ്ട് വെട്ടിയിട്ട് ആഷിഖെന്ന മകൻ പറഞ്ഞത്, നീ എന്നെ പെറ്റതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനം എന്നാണ്. നീ എന്നെ പ്രസവിച്ചതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാണ് ഈ കൊല. അതിനുശേഷം മലപ്പുറം ജില്ലയിൽ ഒരു മകൻ തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കഴുത്തിലേക്ക് കത്തി കൊണ്ട് കുത്തിയിട്ട് മലർത്തി വീഴ്ത്തി മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ സിലിണ്ടർ ഉപയോഗിച്ച് തലക്കടിച്ചു കൊന്നു. എന്നിട്ട് ആ മകൻ വാപ്പയോട് പറഞ്ഞു, ഞാൻ പിശാചിനെ കൊന്നിരിക്കുകയാണ് എന്ന്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിലുണ്ടായ ഏറ്റവും ഗുരുതരമായ, കേരളം കണ്ടിട്ടില്ലാത്ത രാക്ഷസ കേരളം, ഞാൻ സാക്ഷര കേരളം എന്ന് തൽക്കാലം പറയുന്നില്ല, ബോധപൂർവമാണ്. സാക്ഷര കേരളം എന്നെങ്ങനെയാണ് പറയാ? സാക്ഷര കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരത്തിലേക്ക് സമൂഹം തന്റെ പേരിനോടൊപ്പം ഇംഗ്ലീഷ് അക്ഷരങ്ങളെ അകമ്പടി സേവിച്ച് ബിരുദക്കൂട്ടങ്ങളുമായി കഴിയുന്ന, ഇവിടത്തെ കുറെ സാമ്പ്രദായികമായ വിദ്യാഭ്യാസത്തിന്റെ പരമോന്നതിയിലെത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സമൂഹം. ഒരു ഭാഗത്ത് അമ്മയെയും അച്ഛനെയും പിതാവിനെയും മാതാവിനെയും മകനെയും മകളെയും നിഷ്ഠൂരമായിട്ട് മൃഗങ്ങൾ പോലും ലജ്ജിക്കുന്ന നിലയിലുള്ള കൊലകൾ നടക്കുന്ന കേരളം എങ്ങനെയാണ് സാക്ഷര കേരളം എന്ന് പറയാൻ കഴിയുക? വിവരമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? രാക്ഷസ കേരളമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെ കേരളത്തിന്റെ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യങ്ങൾ വളരെ മോശമായി കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ ശത്രുവാരം എന്ന് ചോദിച്ചാൽ ജന്മം നൽകിയ 9 മാസം 10 ദിവസം തന്റെ വയറ്റിൽ ചുമന്നിട്ട് മരണസമാനമായ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട അമ്മ, അതാണ് ഏറ്റവും വലിയ ശത്രു എന്ന് മക്കൾ വിളിച്ചു പറയുന്ന കാലം. ഏറ്റവും വലിയ ശത്രു കൂടപ്പറപ്പുകളാണ് എന്ന് തിരിച്ചറിയുന്ന കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വളരെ ഗുരുതരമായ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവോ നാശമോ ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാനാണ് ഇതുപോലുള്ള മദ്രസ സംവിധാനങ്ങൾ ഇവിടെ പിറവിയെടുത്തിട്ടുള്ളത്. ആ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് കേരളത്തിന്റെ പൊതുബോധം, കേരളത്തിന്റെ പൊതുസമൂഹം, പൊതു പ്ലാറ്റ്ഫോം ഇന്നും കാതോർത്തിരിക്കുകയാണ്. എന്താണ് മദ്രസ ഈ കേരളത്തിൽ സമ്മാനിച്ചത്? ഇന്ത്യയിൽ ഈ പരിശുദ്ധമായ മദ്രസകൾ സമ്മാനിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം എന്ന, അബുൽ ബക്കീർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന തുമ്പയിലൂടെ സൈക്കിൾ ചവിട്ടി നടന്ന ഒരു അണ്ണാച്ചി പയ്യനായി വളർന്ന് അവസാനം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രമുഖ വ്യക്തിത്വമായി മാറി, ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പൗരനായി മാറി, രാഷ്ട്രപതിയായി മാറിയ അബുൽ ബക്കീർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം എന്ന തമിഴ്നാട്ടിലെ രാമേശ്വരത്തുകാരനെ ഈ രാജ്യത്തിന് സമ്മാനിച്ചത് മദ്രസയായിരുന്നു.
അത് പൊതുമേഖലകളിൽ, പൊതുധാരകളിൽ, പൊതു പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്താണ് പൊതു മേഖലകളിൽ അല്ലെങ്കിൽ പൊതു ചാനൽ ചർച്ചകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുക? ഇവിടെ എന്തൊക്കെയോ വർഗീയതകൾ വളർത്തുന്നു എന്നാണ് മദ്രസകളെ പറ്റി പറയുന്നത്. അതെ, ഈ ദാറുസ്സലാം മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഈ സുന്ദരമായ മുഹൂർത്തത്തിന് സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ്, ഓരോ വിദ്യാർത്ഥികളും കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോൾ അവരുടെ കയ്യിൽ ആയുധമേന്തിയാണ് അവർ മദ്രസയിലേക്ക് പോകുന്നത്. ശരിയാണ്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ആ ആയുധം നിങ്ങൾ പറയുന്ന ആയുധങ്ങളല്ല. ആ ആയുധമാണ് പരിശുദ്ധമായ ഖുർആൻ. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ, ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഹിറാഗഹുരത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി പേര് പറഞ്ഞ ആയുധം അതാണ്. ആ ആയുധമാണ് ലോകത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത്. ആ ആയുധമാണ് ലോകത്തെ മുഴുവൻ ചലന നിശ്ചലനങ്ങളുടെയും ഗതിവിഗതികളെ നിയന്ത്രിച്ചത്. ആ ആയുധമാണ് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആയുധമേതാണ്? ഇസ്രയേൽ എന്ന് പറയുന്ന കിരാത രാജ്യം അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഒത്താശയോടെ പലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ തലയിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ആയുധമായിരുന്നില്ല. ആ ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ ആ ആയുധമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലമ ബിൽ ഖലം, പേന. ആ പേന എന്ന ആയുധമേന്തിയിട്ടാണ് നേരം പുലരുമ്പോൾ ഇവിടത്തെ നൂറുകണക്കിന് മദ്രസയിൽ പഠിക്കുന്ന പൊന്നുമക്കൾ അവരുടെ മദ്രസയിലേക്ക്, ദാറുസ്സലാം മദ്രസയിലേക്ക് പോകുന്നത്. ആ ആയുധം കൊണ്ടവർ കുത്തിക്കുറിക്കുന്നത് എന്താണ്? തന്റെ പ്രിയപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഇഷ്ടക്കാരായ സ്വജനപക്ഷപാതികളായ ഏതെങ്കിലും സമുദായ സ്നേഹത്തിന്റെ പേരിൽ മാത്രം ഒതുങ്ങി കഴിയണമെന്നായിരുന്നില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന് ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും മുസൽമാനായാലും ജൂതനായാലും പാഴ്സിയായാലും മതമുള്ളവനായാലും നിരീശ്വരവാദിയായാലും മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നവരായാലും പച്ചക്കരളുള്ള ആരായാലും ആ അയൽവാസി പട്ടിണി കിടക്കുന്നതറിഞ്ഞിട്ട് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് കുത്തിക്കുറിക്കാനാണ് ആയുധം കൊണ്ടുപോകുന്നത്. മുതിർന്നവരോട് ബഹുമാനം കാണിക്കണമെന്ന ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പൊതുവായ തത്വം എഴുതി പിടിപ്പിക്കാനാണ് ആയുധം ഉപയോഗിക്കുന്നത്. ചെറിയ മക്കളോട് കരുണ കാണിക്കണമെന്ന് വളരെ കൃത്യമായ അധ്യാപനത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ആ അടർത്തിയെടുത്തിട്ട് പകർത്തിയെടുക്കുന്ന ആ ഒരു വരി എഴുതി ചേർക്കാനാണ്, ആ അധ്യായത്തെ കുറിച്ചെടുക്കാൻ വേണ്ടിയാണ് ആയുധമാകുന്ന പേനയന്തി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. ആ പ്രിയപ്പെട്ട മക്കൾ ആ ആയുധം കൊണ്ട് എഴുതുന്നത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും അവന്റെ ആരാധനാലയങ്ങളോട് ഒരകൽച്ച പാടില്ല, അവന്റെ ആരാധനാലയങ്ങളോട് പുച്ഛം പാടില്ല, അവന്റെ ആരാധ്യ വസ്തുക്കളോട് യാതൊരു നിലയിലുള്ള പകയും പാടില്ല. ഇത് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം മദ്രസകൾ മാത്രമാണ്. ആ മദ്രസ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഒരു സമൂഹം ഏറ്റവും സുതാര്യമായ നിലയിൽ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ തളച്ചിടപ്പെടുമ്പോൾ അരുത്, ആ മാതാപിതാക്കളുടെ കാലിനടിയിലാണ് നിന്റെ സ്വർഗം. കൊട്ടുകാട് പള്ളിയുടെ മിഹ്റാബിനകത്തല്ല, കൊട്ടുകാട് പള്ളിയുടെ മിമ്പറിനകത്തല്ല നിന്റെ സ്വർഗം. പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ ചുവട്ടിലല്ല, പരിശുദ്ധമായ ഹുജറത്തു ശരീഫയിലല്ല നിന്റെ സ്വർഗമുള്ളത്. ആ സ്വർഗം നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അംബാസഡറായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ അമ്മ, ആ ഉമ്മ എന്ന് പറയുന്നത് പ്രായമുള്ളവര് എന്ന അർത്ഥത്തിൽ മാത്രമല്ല. നൊന്തുപെറ്റ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നൊന്തുപെറ്റ നിന്റെ അമ്മ, നൊന്തുപെറ്റ നിന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ അമ്മ, ഇതെല്ലാം നിന്റെ മാതാവോളം നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോളം ബഹുമാനിക്കപ്പെടേണ്ട വസ്തുതയാണ് എന്ന് പഠിപ്പിച്ചത് കൊണ്ടല്ലേ കൊട്ടുകാടിൽ ഏതെങ്കിലും ഒരു അമുസ്ലിമായ സഹോദരൻ ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ദാറുസ്സലാം മദ്രസയുടെ ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ ഈ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ കലിമ പറഞ്ഞ് ഇസ്ലാമിന്റെ സുന്ദരമായ ആ ഒരു കൊടക്കീഴിൽ അണിനിരന്നാൽ
ഇന്നത്തെ മഗ്രിബ് കഴിഞ്ഞ് ഇന്നത്തെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ അയ്യപ്പനായ കാളിയായ നിന്റെ പ്രിയപ്പെട്ട അമ്മയും അച്ഛനും സുഖമില്ലാതെ കിടക്കുമ്പോൾ നീ എങ്ങനെയാണോ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മണിക്കൂറുകൾക്ക് മുമ്പ് പരിചരിച്ചിരുന്നത് അതുപോലെ പരിചരിച്ചാൽ പോരാ. ഇന്ന് നീ മുസ്ലിമാണ്, നിന്റെ അമ്മ ഹിന്ദുവാണ്, നിന്റെ അച്ഛൻ ഹിന്ദുവാണ്. ആ അച്ഛൻ ഹിന്ദുവും അമ്മ ഹിന്ദുവുമായ നിന്റെ മാതാപിതാക്കളോട് വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ ഏത് പദമാ അല്ലാഹു ഉപയോഗിച്ചത്? ഖുർആൻ അറിയുന്നവരാണ് എന്റെ മുന്നിലുള്ളത്, ഖുർആന്റെ പ്രബോധകരും പണ്ഡിതന്മാരുമാണുള്ളത്. നിന്റെ മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളായിരിക്കവേ, ആദർശ വ്യത്യാസമുള്ളവരായിരിക്കവേ, അവര് നിന്നോട് എന്തെങ്കിലുമൊക്കെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞാൽ ഫലാ തുതിഉഹുമാ, അവരെ നീ വഴിപ്പെടരുതെന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുന്നു വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. നിങ്ങൾ വളരെ ക്രിയാത്മകമായി നിങ്ങളുടെ മാതാപിതാക്കളോട് ദുനിയാവിൽ ഇടപെടണമെന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ വാക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിപ്പിക്കേണ്ടത്. വസാഹിബുഹുമാ എന്താ ഖുർആൻ പറഞ്ഞത്? ഇതേ വാക്ക് അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, അറിയോ? ഏത് വാക്കാണ്? പരിശുദ്ധമായ സൗർ ഗുഹയിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളാൽ ആട്ടി ഓടിക്കപ്പെടുകയും മദീനയിലേക്ക് പലായനം ചെയ്യപ്പെടുകയും ചെയ്യണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ 3 ദിവസത്തോളം താമസിച്ച സൗർ ഗുഹ, ആ സൗറിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുമ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. തന്റെ തൊട്ടുമുകളിൽ ശത്രുക്കൾ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒട്ടകം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെയും അബൂബക്കറിനെയും ജീവനോടെയോ മരണപ്പെട്ടായിട്ടാലും കുഴപ്പമില്ല അവരുടെ ശിരസ് കൊണ്ടുവന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നവന് 100 ഒട്ടകം കൊടുക്കാമെന്ന ഇനാം പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ ഫാസിസ്റ്റ് ദുശക്തികളുടെ മുമ്പിലേക്ക് ആ ഒട്ടകം ഇനാം വാങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെയും സിദ്ദീഖുൽ അക്ബറിന്റെയും തല കൊയ്യാൻ വേണ്ടി വന്ന അവിടുത്തെ സത്യനിഷേധികളായ കുഫാറുകൾ ഒരു പാറപ്പുറത്ത് കയറി നിൽക്കുമ്പോൾ ആ പാറയുടെ തൊട്ടു താഴെ വിറങ്ങലിച്ച് ഉറങ്ങുന്ന പ്രവാചകനെ ഉണർത്താതെ ആ സുന്ദരമായ റിസാലത്തിന്റെ ശിരസ്സെടുത്ത് മടിത്തട്ടിൽ വെച്ച് കാല് നീട്ടിവെച്ചുകൊണ്ട് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബിയെ ഉണർത്തിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേ? ആ സമയത്ത് ഖുർആൻ പറഞ്ഞൊരു പദപ്രയോഗമാണ്. എന്തായിരുന്നു? ആ 2 പേര് ഒരുമിച്ചിരിക്കുന്ന സന്ദർഭം അള്ളാഹുവിന്റെ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഇത് യഖൂലു ലിസാഹിബിഹി, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കിതാണ്. അബൂബക്കർ സിദ്ദീഖിനെ പറ്റി റസൂലുള്ളാഹിയോട് പറഞ്ഞത് ഇത് യഖൂലു ലിസാഹിബിഹി, തന്റെ സാഹിബാണെന്ന് പറഞ്ഞു. ആ സാഹിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം മറന്നിട്ട് എത്രത്തോളം ത്യാഗം ചെയ്യാൻ കഴിയുമോ, എത്രത്തോളം നിങ്ങൾക്ക് അർപ്പണം നടത്താൻ കഴിയുമോ, എത്രത്തോളം നിങ്ങൾക്ക് അവർക്ക് സേവനം ചെയ്തു കൊടുക്കാൻ കഴിയോ, ആ നിലയിൽ ജീവൻ അർപ്പിച്ചുകൊണ്ട് ജീവൻ പണയപ്പെടുത്തിയിട്ട് തന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന എല്ലാ സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്താരകളിൽ തന്നോടൊപ്പം സഞ്ചരിക്കുന്ന സിദ്ദീഖിനെ പറ്റി പറഞ്ഞ വാക്കാണ് സാഹിബെങ്കിൽ അതേ വാക്കല്ലേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കൊട്ടുകാട്ടുള്ള ഒരാള് 2025 ഫെബ്രുവരി മാസത്തിലെ 27ാമത്തെ ദിവസത്തിലെ ഈ രാത്രിയോടടുക്കുന്ന സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് അടുത്ത മണിക്കൂർ 1-2 കഴിയുമ്പോൾ തന്റെ അമ്മയും അച്ഛനും സുഖമില്ലാത്ത അവസ്ഥ വന്നാൽ ഇടപെടേണ്ട രീതി പഠിപ്പിച്ചത് ഗാർ സൗറിൽ വെച്ച് സിദ്ദീഖുൽ അക്ബറിനെ ഉപമിച്ച അതേ വാക്കുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. നിങ്ങൾ ജീവൻ പണയം വെച്ചായാലും നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന്. അപ്പോ മുസ്ലിമായ ഉമ്മയെയും മുസ്ലിമായ വാപ്പയെയും നോക്കണമെന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ അമുസ്ലിമായ അച്ഛനെയും അയ്യപ്പനെയും കാളിയെയും നിങ്ങൾ നോക്കണമെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ.
അതാണ് പറഞ്ഞത്, ഈ മദ്രസകൾ ലോകത്തിന് സമ്മാനിക്കുന്നത് ഏറ്റവും വലിയ സുന്ദരമായ സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ശാന്തിയുടെയും സന്ദേശങ്ങളാണ്. ആ സന്ദേശം മുറുകെ പിടിക്കുന്നവരായി നമ്മൾ മാറണ്ടേ? അതിനാണ് ഇവിടെ മദ്രസകൾ പിറവിയെടുക്കുന്നത്. ഈ മദ്രസകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ, ഇത് കേൾക്കുന്ന പരിസരത്തുള്ള എന്റെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉണ്ടല്ലോ, ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ, അല്ലെങ്കിൽ മതമില്ലാത്ത നിരീശ്വരവാദികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ നാട്ടിലെ ഈ മദ്രസ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണെന്ന് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കും ചിലപ്പോഴൊക്കെ. എന്താ മുസൽമാനെ പറ്റി പഠിപ്പിക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും പഠിപ്പിക്കുന്ന മദ്രസ കൊണ്ട് കൊട്ടുകാട്ടിലെയും വടുതലമുക്കിലെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് എന്ന് ചിന്തിച്ചാൽ പ്രയോജനമുണ്ട് നിങ്ങൾക്ക്. എന്താ പ്രയോജനമെന്നറിയോ? ബൈലാവിയിൽ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിന്റെ ഏറ്റവും ഒടുവിൽ ഹുദൈഫത്തുൽ യമാൻ എന്ന സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മാത്രം മതി. ഈ ദാറുസ്സലാം എന്ന മദ്രസ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നാട്ടിലെ ആബാലവൃദ്ധം, രാഷ്ട്രീയ സംഘടനാ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഈ കിളിർത്ത് നിൽക്കുന്ന തെങ്ങുകൾക്കും മാവുകൾക്കും ഇവിടുത്തെ എല്ലാ സസ്യലതാദികൾക്കും പക്ഷിപറവാദികൾക്കുമൊക്കെ ഗുണകരമാണ് ഈ ദാറുസ്സലാം മദ്രസ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരൊറ്റ ഹദീസാണ്. അള്ളാഹു ഒരു നാട്ടിലേക്ക് ഒരു അദാബ് ഇറക്കാൻ തീരുമാനിച്ചു അത്രേ. അള്ളാഹു ഒരു അദാബ് ഇറക്കാൻ തീരുമാനിച്ചു. എങ്ങനെ ഇറക്കാനാണ്? ഹത്മൻ മഖ്ലിയ. രണ്ട് വിശേഷണമാണ് അതിനുള്ളത്. ഹത്മൻ എന്ന് പറഞ്ഞാൽ നിസ്സംശയം അള്ളാഹു ഇറക്കുന്ന പരീക്ഷണം ഇനി ഒരു അപ്പീൽ പോകുന്ന കേസില്ല, ഒരിക്കലും അത് നടക്കാതിരിക്കില്ല, അത് ഉറപ്പായിട്ട് ആ ശിക്ഷ ഇറങ്ങും. മഖ്ലിയ അത് വിധി പുറപ്പെടുവിച്ചതാണ് അല്ലാഹു തആല. അള്ളാഹു വിധി പുറപ്പെടുവിച്ച് അള്ളാഹ് നിർബന്ധമായി ഇറക്കുന്ന ആ ഒരു പരീക്ഷണം ഒരു നാട്ടിൽ അള്ളാഹു തീരുമാനിച്ചാൽ ആ നാട്ടിലെ കുത്താബിൽ ഇരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ മദ്രസ, ആ നാട്ടിലെ മദ്രസയിൽ ഇരുന്നു കൊണ്ടൊരു വിദ്യാർത്ഥി ഓതുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു ആയത്ത് അങ്ങോട്ട് ഓതുമ്പോൾ ആദരവായ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ആ നാട്ടിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ച് ഉറപ്പിച്ചിറക്കാൻ തീരുമാനിച്ച വലിയ ഒരു അദാബ്, വലിയ ഒരു വിപത്ത്, ഒരു വലിയ പരീക്ഷണം, അള്ളാഹുവിന്റെ ഒരു വലിയ പരീക്ഷണം, ആ പരീക്ഷണത്തെ അള്ളാഹു ഉയർത്തിക്കളയും. എത്ര വർഷമെന്നറിയോ? 40 ആമാ, 40 വർഷത്തേക്ക് അള്ളാഹു ഉയർത്തിക്കളയുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ കാരണഭൂതരായ നബി മുഹമ്മദ് മുസ്തഫ 40 വർഷത്തേക്ക് അള്ളാഹു അദാബും ഉയർത്തിക്കളയും ഒരു മദ്രസ ഉണ്ടായാൽ. അപ്പൊ ചില ആളുകളൊക്കെ ചിരിക്കും, എന്നാ പിന്നെ കോവിഡ് വരുന്നതിന് മുമ്പ് മദ്രസ എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടെ ഉണ്ടല്ലോ, അതുപോലെ എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നു, അപ്പോഴൊന്നും അള്ളാഹു ഉറങ്ങിപ്പോയോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടി, എന്റെ പൊന്നുമക്കളെ, അള്ളാന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഈ തുക്കട കോവിഡിൽ ഒതുങ്ങുന്നതാണെന്ന് കരുതിയ നീയാണ് മണ്ടൻ. അള്ളാഹു തന്ന പരീക്ഷണം വലുത് നമുക്കാണ് കോവിഡ് വലുത്. വുഹാനിലെ മീൻകൊട്ടയിൽ നിന്ന് പുറത്തേക്ക് ചാടി എന്ന് പറയപ്പെടുന്ന ആ ഒരു വൈറസിൽ നിന്ന് വിറങ്ങലിച്ച് പെടഞ്ഞ് മരിച്ചുപോയ ആയിരക്കണക്കിന് ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാതെ മദ്രസകളും അറബി കോളേജുകളും പള്ളികളും സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വീടുകളും അടച്ചിട്ട് എല്ലാവരും അകത്ത് കയറിയിരുന്ന് പേടിച്ചിരുന്ന് കണ്ണിൽ കാണാത്ത ഒരു വൈറസ് ഉണ്ടല്ലോ, അത് നമുക്കാണ് ഭീകരം. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലുതെന്റെ കയ്യിലുണ്ട്, ഞാൻ ആദ്യം ചെറുതങ്ങോട്ട് ഇറക്കി വിട്ടുകൊണ്ടിരിക്കും. ടെസ്റ്റ് ഡോസ് ലഅല്ലഹും യർജിഊൻ. നിങ്ങൾ നന്നാവോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതിനാണ് അല്ലാഹു തആല കോവിഡ് എന്നത്. കോവിഡൊക്കെ റബ്ബിന്റെ ശിക്ഷകളിൽ എത്ര സിമ്പിളായ ശിക്ഷയാ, നമുക്കത് വലുതാ.
അപ്പൊ അള്ളാഹു ഇനിയും വലിയ വലിയ വിപത്തുകൾ തരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? ഈ മദ്രസകൾ ഇവിടെ നിലനിൽക്കണം. ഈ മദ്രസ കെട്ടിടങ്ങൾ, ഇവിടെ മദ്രസകൾ ഒരുപാട്. നിങ്ങൾ നോക്ക്, ഒരു നാട്ടിലും മദ്രസ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ബോധം ഉണ്ടാവും. ഇവിടെ തമ്മിലടിക്കില്ല. ഉറപ്പിച്ചോ, ഒരു നാട്ടില് മദ്രസ ഉണ്ടെങ്കിൽ ആ നാട്ടിലെ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം മത വിശ്വാസികൾ പരസ്പരം തോളത്ത് കൈയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകും. അത് ഭയന്നുകൊണ്ടാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യുപിയിൽ മുഴുവൻ മദ്രസകളെയും ബുൾഡോസറിന്റെ കയ്യിലെടുത്ത് പൊന്തിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നിലത്ത് വെച്ചാൽ ആളുകൾ പഠിക്കും, പഠിച്ചാൽ ഇവരുടെ കള്ളക്കളികൾ നടക്കൂല. ജനങ്ങളെല്ലാം ഒന്നാവും. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ തോളോട് തോള് ചേർന്ന് നിന്ന് ഇവിടെ സമാധാനത്തിന്റെ പാലാഴി തീർക്കും. അത് സഹിക്കൂല ചില ആളുകൾക്ക്. അതുകൊണ്ടാണ് JCBയിലും ബുൾഡോസറിലുമാകിട്ട് മദ്രസകൾ ഇരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മദ്രസ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടത്തെ ഹിന്ദു സുരക്ഷിതനാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടത്തെ ക്രിസ്ത്യാനി സുരക്ഷിതനാണ്. ഇന്ന് നിങ്ങൾക്ക് കൊട്ടുകാട് പള്ളിയിലെ നേർച്ചയ്ക്ക് ചോറ് കിട്ടുന്നുണ്ട്. ഏതെങ്കിലും കമ്മിറ്റിക്കാർ കേരളത്തിൽ എവിടെയെങ്കിലും നീ മുസൽമാനാണെന്ന് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ നിനക്ക് നേർച്ച ചോറ് തരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും കമ്മിറ്റിക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ അവനെ ഊളംപാറ കൊണ്ടിടണ്ടേ? ചിന്തിച്ചു നോക്ക്. പക്ഷെ നാളെ ഒരു തലമുറ നിങ്ങൾക്ക് ഭക്ഷണം തരണമെങ്കിൽ, നിങ്ങൾക്കെന്നല്ല സ്വന്തം മാതാവിന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഈ മദ്രസ ഇവിടെ നിലനിൽക്കണം. ഈ മദ്രസ ഇവിടെ നിലനിന്നേ പറ്റൂ. മുതിർന്നവരോട് ബഹുമാനവും ചെറിയവരോട് കരുണയും കാണിക്കണം എന്ന് പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ബേസിക്കലി ഒരു തത്വം പഠിപ്പിക്കുന്നത് മദ്രസകളിലാണ്. ആ മദ്രസ സംവിധാനങ്ങൾ ഇവിടെ നിലനിന്ന് കാണേണ്ടത് ഇവിടത്തെ ഓരോ ജനങ്ങളുടെയും ഓരോ മതവിശ്വാസികളുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദാറുസ്സലാം എന്ന മദ്രസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവര്, കൃത്യമായി പറഞ്ഞാൽ ഈ മദ്രസയിൽ പഠിക്കുന്ന തൊപ്പി വച്ചിരിക്കുന്ന മക്കളും ഈ പഠിപ്പിക്കുന്ന സദറും മുദരിസും ഇമാമുകളുമായ ഉസ്താദുമാരുമാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവര്. അപ്പൊ പ്രസിഡന്റ്, സെക്രട്ടറിയും ചിന്തിക്കും, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടായി മദ്രസ ഉണ്ടാക്കിയത്. ഇതിനു വേണ്ടി പ്രേരണ കൊടുത്ത ആളുകളൊക്കെ ചിന്തിക്കും, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മദ്രസ ഉണ്ടാക്കിയിട്ട് മദ്രസ പഠിപ്പിക്കുന്ന മൊയ്ലിയാരും പഠിക്കുന്ന മക്കളും മാത്രമേ ശ്രേഷ്ഠതയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആരായി? നിങ്ങൾ ആരും ആയില്ല. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ. ശുഭവസ്ത്രധാരിയായി, നല്ല കറുത്ത തലമുടിയുള്ള, കാണാൻ സുമുഖനായ, വെളുത്ത ശരീരമുള്ള, യാത്രയുടെ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ ആർക്കും പരിചയമില്ലാത്ത ഒരാള് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിട്ട് മൽ ഈമാൻ വമൽ ഇസ്ലാം വമൽ ഇഹ്സാൻ വമൽ ഇഖ്ലാസ് എന്ന് ചോദിച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനൊക്കെ നബി തങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബാക്കൾ സംഭീതരായി, പരിഭ്രമചിത്തരായി, ഇങ്ങനെ തലയിൽ ഒരു പ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയിൽ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ചുണ്ടിലേക്ക് നോക്കിയിരിക്കാൻ മറുപടിയൊക്കെ കൊടുത്തു. കുറെ ചോദ്യങ്ങളെ അദ്ദേഹം കൊണ്ട് ചോദിച്ചു വന്നയാള്. എന്നിട്ട് അതിനൊക്കെ നബി തങ്ങൾ വ്യക്തമായ മറുപടി കൊടുത്തു. അദ്ദേഹം സലാം പറഞ്ഞ് എഴുന്നേറ്റ് പോയി. പോയ ശേഷം ഇരിക്കുന്ന സഹാബത്തിനോട് നബി തങ്ങൾ ചോദിച്ചു, അറിയോ ഈ വന്ന ആളിനെ? ഇല്ല നബിയെ, ഇയാൾ ഈ നാട്ടുകാരനല്ല. എന്തുകൊണ്ടല്ല സഹാബ? ഇയാളെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ഒരാൾ പറഞ്ഞു, എന്നാൽ മറുനാട്ടുകാരനൊന്നുമല്ല. എന്താ സഹാബിയോട് അദ്ദേഹം നബി തങ്ങൾ ചോദിച്ചു, എന്താ അതിന് കാരണം? അദ്ദേഹത്തിന്റെ യാത്രയുടെ ലക്ഷണങ്ങൾ ഒന്നുമില്ലല്ലോ. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ വന്നത് അത്താക്കും ജിബ്രീൽ. ഇത് ജിബ്രീലാണ് വന്നത്. ജിബ്രീലാണ് വന്നത്. എന്തിനാ ജിബ്രീൽ വന്നത്? യുഅല്ലിമക്കും ദീനക്കും. നിങ്ങൾക്ക് വിവരം പഠിപ്പിച്ചു തരാനാ, നിങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തരാനാ. നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേട്ടാൽ, ആ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്തെങ്കിലും ഒരു അക്ഷരം പഠിപ്പിച്ചു കൊടുത്തോ? പഠിപ്പിച്ചോ? ഒന്നും പഠിപ്പിച്ചില്ല. കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. പഠിപ്പിച്ചതാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? മുഅല്ലിം, ടീച്ചർ, അധ്യാപകൻ എന്ന പദമാണ്. ഈ വന്നത് നിങ്ങളുടെ മുഅല്ലിം, ടീച്ചർ, അധ്യാപകൻ എന്ന പദമാ പറഞ്ഞത്. ഒരക്ഷരം പഠിപ്പിച്ചില്ല. പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ച് പഠിപ്പിക്കാനും പഠിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് നബി തങ്ങൾ കൊടുത്ത പേര് മുഅല്ലിം എന്ന പദവിയാണ്.
അപ്പൊ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് എന്ന് പറയുമ്പോൾ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ മദ്രസ കുട്ടികൾക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠത കൊടുത്ത പ്രവാചകൻ രണ്ടാമത് പഠിപ്പിക്കുന്നവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്നവരോളം നിങ്ങൾക്ക് പദവിയിൽ എത്തിച്ചേരാൻ കഴിയും നിങ്ങൾ ഈ പരിശ്രമത്തിൽ വളരെ കൃത്യമായി നിങ്ങൾ ആത്മാർത്ഥമായി ഇടപെട്ടാൽ. അതുകൊണ്ട് ഒരിക്കലും നഷ്ടമല്ല. ഈ നാട് ഏറ്റവും ഉദാത്തമായ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ ഈ നാട്ടിലെ മദ്രസ അനിവാര്യമാണ്. ആ അനിവാര്യമായ മദ്രസയുടെ ഈ ഒരു ഉദ്ഘാടനം നടന്ന ഈ വേദിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിടത്തേക്ക് തിരിച്ചു പോവുകയാണ്. ആദ്യമായി അലങ്കാരമെന്നും പിന്നെ നാശമെന്നും പിന്നീട് നിങ്ങളുടെ ശത്രുവെന്നും പറഞ്ഞ ഖുർആൻ മക്കളെ സംബന്ധിച്ച് മറ്റൊരിടത്ത് പറഞ്ഞത് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ എന്നാ പറഞ്ഞത്. കണ്ണിന് കുളിർമ. നിങ്ങളുടെ മക്കളുടെ കണ്ണിന് കുളിർമയാകണം. ആ മക്കൾ ഒരിക്കലും നിങ്ങളുടെ കണ്ണ് നീരാകരുത്. ആ മക്കൾ കാരണം നിങ്ങൾ കരയുന്നൊരവസ്ഥ വരരുത്. ആ മക്കൾ നിങ്ങൾക്ക് കണ്ണിന് കുളിർമയാകണം. ആ കണ്ണിന് കുളിർമ എന്ന് ഖുർആനിൽ 3 വട്ടമാണ് പറഞ്ഞത്. ഖുർറത്തു ഐൻ, ഖുർറത്തു ഐൻ, ഖുർറത്തു ഐൻ എന്ന് പറഞ്ഞത്. കണ്ണിന് ആനന്ദം, കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞത് 3 ഘട്ടങ്ങളിലാണ്. ഒന്ന് തന്റെ പ്രിയപ്പെട്ട മകനെ ആ നിലയിലേക്ക് കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയിൽ പറഞ്ഞുവെങ്കിൽ, രണ്ടാമത് മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മാതാവ് നൈൽ നദിയിലേക്ക് തന്റെ മകനാകുന്ന മൂസായെ പെട്ടിയിലാക്കിയിട്ട് നൈലിലേക്ക് ഒഴുക്കി അവസാനം ലോകം കണ്ട ഏറ്റവും വലിയ ശത്രുവും ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയും സ്വജനപക്ഷപാതിയും വർഗീയവാദിയും ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയും ഏകാധിപതിയുമായ സാക്ഷാൽ റാംസീസ് രണ്ടാമൻ എന്ന ഫറോവയുടെ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ തന്റെ പ്രിയപ്പെട്ട ആസിയ എന്ന ഭാര്യയോടൊപ്പം നിൽക്കുമ്പോൾ കൊട്ടാരത്തിലേക്ക് നൈല് കൊണ്ടിട്ട കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് നൈല് കൊണ്ടിട്ട പെട്ടിക്കകത്ത് കിടന്ന കണ്ട കുട്ടിയെ കണ്ടപ്പോൾ ആസിയ ബീവി പറഞ്ഞ വാക്ക് ഖുർറത്തു ഐനുൻ ലീ വലക്. ഫിർഔനെ, നമുക്കിതെടുക്കാം, എനിക്കും നിങ്ങൾക്കും കണ്ണിന് കുളിർമ. മൂന്നാമത് കണ്ണിന് കുളിർമയെന്ന് ഖുർആൻ പറഞ്ഞത് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ പറ്റി പറയാനാ. അള്ളാന്റെ സ്വർഗത്തെ പറ്റി പറഞ്ഞ അതേ വാക്കുകൊണ്ട് തന്നെയാണ് മൂസ എന്ന മകനെ പറ്റിയും ആ മൂസാ നബിയെ പോലെ മൂസമാരായി മാറേണ്ട നമ്മുടെ മക്കളെ പറ്റിയും അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ മക്കള് നാശവും ശത്രുവുമാകാതെ കണ്ണിന് കുളിർമയാകണം, കണ്ണിന് ആനന്ദമാകണം. ആ മക്കളുടെ ഓരോ പ്രവർത്തനങ്ങൾ നമ്മെ അഭിമാന പുളകിതരാക്കണം. അതിന് നമ്മുടെ മക്കളെ മദ്രസയിൽ വിട്ടാൽ മാത്രമേ കഴിയൂ. ഇവിടെ സെക്രട്ടറി പ്രസിഡന്റും വീണ്ടും 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 ആവർത്തിച്ചു പറഞ്ഞത് നമ്മുടെ മക്കളെ മദ്രസയിൽ ചേർക്കണമെന്നാണ്. അധ്യയന വർഷങ്ങളിലെ സെൻസസ് എടുത്തു നോക്കിയാൽ കുട്ടികൾ KG-യിൽ കുറവാണ്. എന്തേ നാട്ടിലെ പെണ്ണുങ്ങൾ പ്രസവിക്കാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് അവർക്ക് മതവിദ്യാഭ്യാസത്തോട് വിമുഖതയാണ്. അങ്ങനെ വിമുഖത കാട്ടി ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഒരു ഉമ്മ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, എന്റെ മകൻ രാത്രി വീട്ടിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ എനിക്ക് വല്ലാത്ത വിറയലാണ്. എന്റെ മകൻ എന്റെ വീട്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിറയലാണ്. സാധാരണ മക്കൾ രാത്രി വീട്ടിൽ വരുമ്പോഴൊരു ഉമ്മയ്ക്ക് ആശ്വാസമല്ലേ, ആ ഉമ്മയ്ക്ക് ആനന്ദമല്ലേ? പക്ഷേ ആ പ്രിയപ്പെട്ട മകനെ കയറി വരുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് എന്റെ കാല് വിറയ്ക്കാൻ തുടങ്ങും. എന്റെ മകൻ പലപ്പോഴും ഞാൻ ഉമ്മയാണെന്ന് പോലെ തിരിച്ചറിവില്ലാത്ത എന്റെ മകൻ കഞ്ചാവിനും ലഹരിക്കും അടിമയായിട്ട് എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഒരു ഉമ്മ വേദനയോടെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ പൊതു പ്ലാറ്റ്ഫോമിൽ വിവരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു തലമുറയായി കൊട്ടുകാട്ടിലുള്ള മക്കൾ മാറണോ? അതല്ല, കണ്ണിന് ആനന്ദമായി, കണ്ണിന് കുളിർമയായി. ഏതുപോലെ സക്കരിയാ നബിക്ക് മക്കളില്ല, സക്കരിയാ നബിക്ക് മക്കളില്ലാതിരിക്കുമ്പോഴും ബൈത്തുൽ മുഖദ്ദസിന്റെ മുദരിസും ഇമാമുമായി അവരോധിക്കപ്പെട്ട് കഴിയുമ്പോൾ തനിക്ക് വേണ്ടി അല്ലാഹു തആല കൊടുത്തുവിട്ട ഒരു പൊന്നുമോളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി. ആദ്യത്തെ മദ്രസ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ബൈത്തുൽ മുഖദ്ദസ് ഒരു മദ്രസയാണ്, മസ്ജിദുൽ അഖ്സ ഒരു മദ്രസയാണ്. ആ മദ്രസയിൽ അധ്യാപകൻ മഹാനായ സക്കരിയ നബിയാണ്.
അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തിയുടെ മകൾ മറിയം ബീവി, ഹന്നാ ബീവിയുടെ അനുജത്തിയുടെ ഭർത്താവാണ് സക്കരിയ നബി എന്ന് ഓർക്കണം. മറിയം ബീവിയെ കഫലഹാ സക്കരിയ, മറിയം ബീവിയെ ഹന്നാ ബീവി കൊണ്ടുവന്ന് പ്രിയപ്പെട്ട അനുജന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നന്നായിട്ട് വളർത്തി തസ്കിയത്തും തർബിയത്തും കൊടുത്ത് എനിക്ക് തരണമെന്ന്. ആ പ്രിയപ്പെട്ട മകളെ പഠിപ്പിച്ച് 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 അവസാനം ആ മകള് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. എന്തത്ഭുതമാണ്! സക്കരിയ നബി എന്ന പ്രവാചകനും ഉസ്താദുമായ മുദരിസുമായ അധ്യാപകന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ കിട്ടാത്ത, ആ നാട്ടിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയം ബീവിയോട് ചോദിച്ചു, അന്നാലക്കി ഹാദാ, ഇതെവിടെന്ന് മോളെ നിനക്ക്? ആ സമയത്ത് മകള് മറിയം ബീവി പറഞ്ഞു, ഹുവ മിൻ ഇന്ദില്ല, ഇതെനിക്ക് റബ്ബ് തന്നതാണ്. ആ സമയത്താണ് ഹുനാലിക ദഅ സക്കരിയ റബ്ബ, ഹുനാലിക്, അന്നേരം അവിടെ ആ പ്രസന്റ്ലി അപ്പോൾ മഹാനായ സക്കരിയ നബി ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്കും ഒരു സന്താനത്തെ തരണേ എന്ന്. അതുകൊണ്ട് സക്കരിയ നബിക്ക് മക്കളെ വേണമെന്ന ആഗ്രഹം വന്നത് എപ്പോഴാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ പരിശുദ്ധ ദീൻ പഠിച്ച, പരിശുദ്ധ മതം പഠിച്ച ഒരു പെൺകുട്ടിയെ മദ്രസയിൽ അല്ലാഹു തആല ഇരുത്തി പഠിപ്പിക്കാൻ അവസരം കൊടുത്ത സക്കരിയ നബിയുടെ മുമ്പിൽ വലിയ അത്ഭുതങ്ങൾ കാണിച്ചപ്പോഴാണ്. കണ്ണിന് കുളിർമ വന്നു ഈ അത്ഭുതകരമായ അവസ്ഥ കണ്ടിട്ട്. അപ്പോഴാണ് മഹാനായ സക്കരിയ നബിക്കും ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചത്. സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു യഹിയ എന്ന മകനെ കൊടുത്ത് അനുഗ്രഹിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല ഒരു മക്കളെ, ഒരു പരമ്പരയെ അല്ലാഹു നമുക്ക് തരണം. ഇവിടെ തൊപ്പിവെച്ച എത്രയോ പിതാക്കന്മാരിരിക്കുന്നുണ്ട്. അവര് പണ്ഡിതന്മാരല്ല, അവര് സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരല്ല, അവരേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരല്ല, അവരേതെങ്കിലും മദ്രസകളിലെ സ്വകാര്യത്തുള്ളവരല്ല, ഏതെങ്കിലും പള്ളിയിലെ ഖതീബുകളല്ല, ഏതെങ്കിലും ജാമിഅകളിലെ മുദരിസുമാരുമല്ല. പിന്നെയോ അവരൊക്കെ രാപ്രസംഗങ്ങളിലും മദ്രസകളിലും ലബ്ബമാരിൽ നിന്നും പഠിച്ച അറിവാണ് അവരുടെ തലയിലെ തൊപ്പിയും അവരുടെ മുഖത്ത് ദാടിയുമെങ്കിൽ നാളത്തെ ഒരു തലമുറ ഇങ്ങനെ വേണ്ടേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മദ്രസയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കണം. നല്ല ഒരു നാളെ നമുക്ക് വേണം. നമ്മൾ മരിച്ചു മണ്ണോട് ചേർന്ന് കിടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞല്ലോ, ഇനി അവരായി അവരുടെ പാടായി, അത് മണ്ടത്തരമാണ്. ഓരോ മനുഷ്യന്റെയും ഖബറിലേക്ക് അവന്റെ സന്താനങ്ങളുടെ വിവരം CCTV ക്യാമറ പോലെ എത്തിച്ചു കൊടുക്കുമെന്ന് മഹാനായ സയ്യിദുൽ വറ നബി മുഹമ്മദ് മുസ്തഫ എല്ലാ വിവരങ്ങളും അവിടെ എത്തിച്ചു കൊടുക്കും. ആ വിവരങ്ങൾ കണ്ട് കണ്ട് ഖബറിൽ കിടക്കേണ്ടി വരും. നമ്മുടെ മക്കൾ അടിച്ചും പൊഴിച്ചും ചിറ്റിക കൊണ്ടടിച്ചും ഹാമർ കൊണ്ട് വെട്ടിയും സിലിണ്ടർ കൊണ്ടടിച്ചും ഒക്കെ നമ്മുടെ മക്കൾ ഈ കണക്കിന് കൊലപാതകികളാകുന്നത് കാണണോ? ഖബറിൽ കിടന്ന് പ്രതികരിക്കാൻ കഴിയാതെ അതിനകത്ത് കിടന്ന് കരയണോ നമ്മൾ? അതുകൊണ്ട് തീരുമാനമെടുക്ക്, നമുക്ക് ഈ മദ്രസയെ നിലനിർത്തണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കണം മദ്രസ സംവിധാനങ്ങളോട്. നമ്മുടെ മക്കളെയൊക്കെ മദ്രസകളിൽ വിട്ട് നന്നായിട്ട് പഠിപ്പിക്കണം എന്ന ഒരു ഏറ്റവും വലിയ സന്ദേശം ഈ മദ്രസ ഉദ്ഘാടനത്തിൽ